എന്തുകൊണ്ടാണ് മലയാളി മാറണം എന്ന് പറയുന്നത്? ലോകത്തുള്ള മറ്റുള്ള രാജ്യക്കാരെ എല്ലാം അപേക്ഷിച്ച് മലയാളി മാറിയേ പറ്റൂ. എന്തുകൊണ്ട് മലയാളി മാറണം? മറ്റുള്ള ഏത് ആളുകളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അവർ അതിനെ അന്വേഷിക്കുകയും ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയും അടുത്ത ലെവലിലേക്ക് മാറുന്നതിന് വേണ്ടിയും നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ മലയാളി എന്താണോ എന്നിലേക്ക് വരുന്നത് അത് വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് മലയാളിയുടെ സ്വഭാവം. മലയാളിയെ അടിച്ചു വരുത്തിയാലോ, ലോകത്ത് എവിടെ കൊണ്ടിട്ടാലോ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് മാറുകയും അവിടെ നിന്നുകൊണ്ട് ആ ഒരു തനിക്ക് നേടേണ്ട എല്ലാതും നേടാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യും. അതാണ് മലയാളിയുടെ പ്രത്യേകത. പക്ഷെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ തന്നെ ഡിപ്പെൻഡും ചെയ്യും. അയാളിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അത് മുഴുവൻ കിട്ടും. കാരണം ഫ്രീ കിട്ടുന്നതിനോട് മലയാളിക്ക് ഭയങ്കര താല്പര്യമാണ്. എവിടെയെങ്കിലും ഫ്രീ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോയി നമ്മൾ വീഴും. ഇതെന്താണ് കാരണം? ഇത് നമ്മളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഈ പാറ്റേണിനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അബ്ദുൽ വഹാബ് തിരൂർ. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രശ്നം നമ്മളിലേക്ക് വരുമ്പോൾ ഇതിനെ നമ്മൾ പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വലുതായി 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 വന്ന് നമ്മൾ വേറൊരാളോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ ഒരു അബദ്ധത്തിലേക്ക് വീഴും. ഇത് പ്രധാനമായിട്ടും നമ്മൾ പഠനം നടത്തുന്നത് 35 വയസ്സിന് താഴെയുള്ള ആളുകളിലാണ്. 35 വയസ്സ് താഴെയുള്ള ആളുകൾ തീർച്ചയായിട്ടും അവർക്ക് വലിയ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡിങ്, അല്ലെങ്കിൽ ഒരു പണം സമ്പാദിക്കണം, അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം ഫിനാൻഷ്യലി നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം എന്ന് ഈ 35 വയസ്സിനുള്ള അടിയിലുള്ള ആളുകൾ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അമിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉപയോഗവും മറ്റുള്ളവരുടെ ഡിപ്പെൻസിയും ഇവന്റെ യഥാർത്ഥ കഴിവുകളെ തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഇവന്റെ കഴിവുകളെ ദിനം പ്രതി ക്ഷയിച്ച് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഈ എൻവയോൺമെന്റ് നമ്മൾ അത്രയും സ്വാധീനിക്കുന്നുണ്ട്. നമ്മളെ പാരന്റിങ്, നമ്മുടെ രക്ഷിതാക്കൾ എന്താണോ ചെയ്തത് അത് നമ്മളെ നല്ല സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അവരെ കണ്ടതന്നെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വലിയൊരു സക്സസിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയാം, സറൗണ്ട് ഇന്ന് അത്രയും പവർഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് എത്താൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം എൻ്റെ തൊഴിൽ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് അതിന് നടക്കുന്നില്ല. കാരണം നമുക്കറിയാം, ബിസിനസ് മേഖല ആയിക്കോട്ടെ, തൊഴിൽ മേഖല ആയിക്കോട്ടെ, ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ വൻകിട കുത്തകകളുടെയും കൈകളിൽ വരുമ്പോൾ നമ്മൾ ഒരു ലേബറായി ചുരുങ്ങി ഒരു ചെറിയ ഒരു പെട്ടിക്കടട്ട് ഒരു ചെറിയ കച്ചവടക്കാരനായി നമ്മൾ മാറാനുള്ള ചാൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ ദൈനംദിന ജീവിതം മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇവിടെ നമ്മൾ മാറണം. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ള പഠനങ്ങൾ ഞാൻ പഠിക്കാൻ തയ്യാറുകയും ഇനിയുള്ള 5 വർഷം ഞാൻ കഴിഞ്ഞ 5 വർഷം ചെയ്തത് തന്നെയാണ് ഇനിയും അടുത്ത 5 വർഷം ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്കിൽ എൻ്റെ റിസൾട്ട് വേറെ അപ്പുറമൊന്നും സംഭവിക്കൂല. കാരണം ഇന്നലെ ചെയ്തത് തന്നെയാണ് ഞാൻ ഇന്നും ചെയ്യുന്നത്. പിന്നെ എനിക്ക് എന്ത് റിസൾട്ടാണ് എനിക്ക് കിട്ടുക? അപ്പൊ റിസൾട്ട് മാറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനനുസരിച്ചുള്ള ആ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോഴേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ഉള്ളിലേക്ക് വരുന്ന ഓരോ ചിന്തകളെയും എന്നെ ഭരിക്കുന്നുണ്ടോ, ഇമോഷൻസ് എന്നെ വരുന്നുണ്ടോ, എൻ്റെ പഴയ ഓർമ്മകൾ എന്നെ അലട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ എൻ്റെ ജീവിതത്തിൽ നോർമൽ ലൈഫിൽ നിന്ന് ഞാൻ മദ്യപാനമോ അല്ലെങ്കിൽ ആൻസ്, പാൻപരാഗ്, സിഗരറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിയിലേക്ക് പോയിട്ട് അവിടെ എൻ്റെ ചാടിക്കളിയും ഡാൻസും ഇതൊക്കെ സംഭവിക്കുമ്പോൾ എൻ്റെ സ്ട്രെസ് കുറച്ച് കുറയും എന്നല്ലാതെ, പക്ഷെ ഞാൻ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അത് വീണ്ടും വീണ്ടും വലുതായി കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നമ്മളുടെ അറിവുള്ള ആളുകളുമായി സംസാരിക്കുകയും അതോടൊപ്പം തന്നെ എനിക്ക് ഉറക്കക്കുറവോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കാനോ സാധിക്കുന്നില്ല എന്നില്ലെങ്കിൽ നമ്മൾ ഒരു കൗൺസിലറെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെയോ കാണേണ്ടത് നിർബന്ധമാണ്. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഏതെങ്കിലും രൂപത്തിൽ ഒരു മെന്റൽ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അവർ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോവുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ ഈ കാര്യത്തെ കാണുന്നത്. കാരണം ആ തെറാപ്പി ചെയ്യുന്നതോടുകൂടി
അദ്ദേഹത്തിന്റെ ആ ഇമോഷൻസ് ഇല്ലാതാവുകയും അദ്ദേഹം ഫ്രഷ് അപ്പ് മൈൻഡോടുകൂടി പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. നമുക്കറിയാം നമ്മളുടെ ഈ ഒരു സറൗണ്ട് അത് ഓരോന്നൊക്കെ വിഷ്വൽ മീഡിയ ആയിക്കോട്ടെ, ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, ഏത് ലെവലിലും നെഗറ്റീവും പരസ്പരം ചളിവാരിത്തേക്കലും കുറ്റം പറച്ചിലും ഇത് മാത്രമാണ് പോകുന്നത്. നമ്മുടെ ഒരു സ്കൂൾ വിദ്യാഭ്യാസം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു 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 പബ്ലിക് പ്രസന്റേഷനോ അല്ലെങ്കിൽ ഒരു 10 ആളെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനോ, അല്ലെങ്കിൽ എനിക്ക് ആ സ്കൂൾ കോളേജ് കഴിഞ്ഞ പാട് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു പാഷൻ, എന്റെ താല്പര്യപൂർവ്വമുള്ള ഒരു ജോലിയിലേക്കോ പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ നേടിയെടുക്കുക? ഒന്നുകിൽ രക്ഷിതാക്കളുടെ നിരന്തരമായുള്ള പുഷിങ്, ഇവരെ എവിടെയെങ്കിലും എത്തിക്കണം എന്ന രൂപത്തിലുള്ള ഒരു പുഷിങ് ആണ് ഉണ്ടാവുക. അതിനനുസരിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടി താല്പര്യമില്ലാത്ത പല ജോലികളും, തുടർന്ന് താല്പര്യമില്ലാത്ത വിവാഹം കഴിക്കലും അതിലേക്കൊക്കെ പോകും. ഇതിൽ നിന്നെല്ലാം മലയാളി മാറണമെങ്കിൽ മലയാളി ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റി ചിന്തിച്ചേ മതിയാകൂ. അതിനാദ്യം വേണ്ടത് തൻ്റെ നിലവിലുള്ള ഇമോഷൻസ്, തൻ്റെ ചിന്തകൾ തന്നെ സ്വാധീനിക്കുന്നുണ്ടോ, മറ്റുള്ള ആളുകളാണോ എന്നെ ഡ്രൈവ് ചെയ്യുന്നത് എന്ന് നോക്കി, അല്ലെങ്കിൽ എൻ്റെ തെറ്റായ ചിന്തകൾ ഹാപ്പിനെസ് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ തെറ്റായിട്ടുള്ള നെഗറ്റീവ് വഴികളിലൂടെയാണോ ഞാൻ പോകുന്നത് എന്ന് നോക്കി അതിനെ തിരിച്ചറിഞ്ഞ് അതിൽ ഷേപ്പ് ചെയ്ത് മാറ്റം വരുത്തേണ്ടത്. ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, മാറ്റം വരുത്താതെ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മലയാളി ഏറ്റവും വലിയ ഒരു കുഴിയിലാണ് അകപ്പെടുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും സ്വയം മാറ്റത്തിന് തയ്യാറായി ജീവിതത്തെ ഷേപ്പ് ചെയ്യാനും, അതോടൊപ്പം തന്നെ ജീവിതത്തിൽ കാലിടറിയ ആരെങ്കിലും നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്ത് നിങ്ങളും മറ്റുള്ളവരും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ ഇനിയും നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടി നിരന്തരം അതിന് പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും മാനസിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ താഴെ എൻ്റെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് അതിലൂടെ ബന്ധപ്പെടാം. മെസ്സേജ് അയച്ച് നമുക്ക് അതിനുള്ള പരിഹാരങ്ങളുമായി മുന്നോട്ട് പോകാം. ഓക്കെ.